വണ്ടിയുടെ ടയറിനൊരു വൈക്ലഭ്യം പോലെ കാറ്റടിച്ച് കുറച്ച് നാളായി വണ്ടിയുടെ കാറ്റൊന്നടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വജ്രായുധം. അതിനെ കുറച്ചായി ബേലൊക്കെ പവറിനോട് ഇട്ടേക്കാണ് പൊടിയൊക്കെ അടിച്ചിരിക്കുന്നത്. കുറച്ച് നാൾ ടയറിനനുസരിച്ച് കാറ്റ് പോലെ ഫീൽ ചെയ്യുന്നത് തന്നെ നമുക്കൊന്ന് അടിച്ചു നോക്കാം. അത് എത്ര ഉണ്ടോ നോക്കണ്ടായിരുന്നു കാറ്റ്. ആദ്യം ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്താലേ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ. 25 കേട്ടാ. 28 വേണം. അപ്പം നമുക്കെന്ത് ചെയ്യാം? 37 നമുക്കൊരു 29.5 അടിക്കാം. കാരണം തിരിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് കാറ്റ് പോകും. അത് നമ്മൾ 5 പൈസ കൂട്ടിയടിക്കാം. എന്താ കയറി എന്താ ഒത്തിരിക്കുന്നത്. 29.5 സിമ്പിൾ. ഓടുമ്പോൾ ഒരു 5 പൈസയാണ് പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 5 പൈസ കൂട്ടിയടിക്കണം. 5 പൈസയുടെ 0.5 കൂട്ടിയടിക്കണം. അങ്ങനെ ഊരണ സമയത്ത് പുറത്ത് കാറ്റല്ലാതെ പോകും. ഇനി ഇതിൻ്റെ സോണികളുടെയാണോ? അപ്പം എത്ര ഈസി ആയിട്ടാണ് ഞാൻ കാറ്റടിച്ചതെന്നുണ്ടല്ലോ. എത്ര ഒരു കയ്യിൻ്റെ അളവ് മാത്രമേ വരുന്നുള്ളൂ. ബാഗിൽ സുഖമായിട്ടിട്ടുണ്ട് പോകാം. ഒരു പാതിരാത്രി നമ്മൾ വഴിയിലായി പോകില്ല. എൻ്റെ വണ്ടിയിലാണെങ്കിൽ പഞ്ചർ കിറ്റ് ഉണ്ട്. അപ്പം ട്യൂബ്ലെസ് ടയറുമാണ്. സുഖമായിട്ട് പഞ്ചർ ആണി പിടിച്ച് വരിക, സംഭവിച്ച് കയറ്റുക, ഇട്ടെടുക്കുക, കാറ്റടിക്കുക, പോവുക. ഒരു പാതിരാത്രി നമ്മൾ വിട്ട് വഴി കിടക്കാണ്ട് ഒരവസ്ഥയും പറ്റില്ല. അപ്പോൾ ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ലിങ്കേ എന്നും പറഞ്ഞാൽ കമൻറ്റ് ബോക്സിലൊന്നും കമൻറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താണ് സെറ്റപ്പ് എന്ന് എനിക്ക് അറിഞ്ഞൂടെ. കമൻറ്റ് ലിങ്കിൽ ഇടുമ്പോൾ ലിങ്ക് എന്ന് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും ഡയറക്റ്റ് മെസ്സേജ് പോകാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാകുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. അതോ പുത്ത് ഇരുന്നവരെല്ലാം അയക്കുന്നു. ഒരിക്കലും പിടുത്തമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ ഇൻബോക്സിൽ ഒന്ന് ചോദിക്കുക. ബ്രോ ഈ സാധനത്തിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഞാൻ അയച്ചു തരാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഉപകാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ. ആരും വഴി കിടക്കണ്ടല്ലോ. ഇങ്ങനെ നൈസായിട്ട് ബാഗിട്ടുകൊണ്ട് പോവാം. ജാവ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളാണ്. അതുപോലെയാണ്.